തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ബിജെപി നേതാവ് GS ആശാനാഥും ന്യൂസ് 18നോട് മനസ്സ് തുറന്നു. തിരുവനന്തപുരം നഗരഭരണം BJP ഉറപ്പാക്കിയിരിക്കുന്നു. BJPയുടെ ആദ്യത്തെ മേയറായി VV രാജേഷ് തിരഞ്ഞെടുക്കപ്പെടുന്നതിനാണ് സാധ്യത. ഒപ്പം ആദ്യ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് മൂന്നാം തവണയാണ് തുടർച്ചയായി കൌൺസിലിലേക്ക് എത്തുന്നത്. BJPയുടെ സംസ്ഥാനത്തെ നഗര കോർപ്പറേഷനിലെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ വലിയൊരു പദവിയാണ് ആശയെ തേടിയെത്തിയിരിക്കുന്നത്. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് പാർട്ടി എന്നിൽ തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൌൺസിൽ യോഗമാണ് നമുക്കിവിടെ ഇന്ന് നടക്കാനിരുന്നത്. ആ കൌൺസിൽ യോഗത്തിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതിൽ താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഏതൊരു പ്രവർത്തകനെ പാർട്ടി പറയുന്ന അനുസരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷവും അതിനേക്കാൾ ഉപരി ആത്മവിശ്വാസവുമുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി യുവാക്കൾക്കും സാധാരണക്കാർക്കും ഇത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഞാനാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് പാർട്ടിയോട് കടപ്പെട്ടിരിക്കുക. ഈ ടേമിന്റെ കാര്യത്തിൽ 3 തവണ ആശ ആയെന്നത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ പാർട്ടിയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കൌൺസിലർമാർ വനിതകൾ ഉണ്ട്. അവരെയൊക്കെ മറികടന്നാകും ആശയിലേക്ക് പാർട്ടി എത്താൻ കാരണം തോന്നുന്നത്. അല്ല, വനിതകൾ ഏകദേശം സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും 3 ടേംസ് ആണ്. സംഘടനാ പരിചയമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനകത്തുള്ള 50 കൌൺസിലേഴ്സും എല്ലാവരും ആപ്റ്റ് ആയിട്ടുള്ള മേയർ കാൻഡിഡേറ്റ്സ് ആവാനും ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റ്സ് ആവാനും ആപ്റ്റ് ആയിട്ടുള്ളവരാണ് ഈ 50 പേരും. അതിൽ പാർട്ടി ആർക്കിപ്പോൾ എനിക്കല്ല ആർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്താൽ അവരെല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൽ ആർക്കും ഒരു വ്യക്തിപരമായിട്ടോ ആർക്കും എല്ലാവരും അനുവാദം ചോദിച്ച ശേഷമാണ് പാർട്ടി ഇങ്ങനൊരു ഉത്തരവാദിത്വം പ്രഖ്യാപിച്ചത്. ആശ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്നയാളാണ്, പഠിച്ചു വളർന്നയാളാണ്. എന്താണ് ഈ നഗരവാസി എന്ന നിലയിൽ നഗരത്തിന് അടിയന്തരമായി വേണ്ടത് എന്തൊക്കെയാണ്? 3 വർഷം കൌൺസിലിന്റെ എക്സ്പീരിയൻസ്, ജനങ്ങളോട് നിരന്തരം ഇടപെടുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് അടിയന്തര പ്രാധാന്യമായിട്ട് ചെയ്തു തീർക്കേണ്ട 2 വിഷയമെന്ന് പറഞ്ഞാൽ മാലിന്യവും തെരുവുനായ്ക്കുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ പാർട്ടി എന്തായാലും അതിന് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെയായിരിക്കും കൊടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും പാർട്ടിയുമായിട്ട് ആലോചിച്ച് എന്തൊക്കെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പാർട്ടിയുമായിട്ട് ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. സ്ത്രീകളുടെ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് എത്രത്തോളം വനിതാ സൗഹൃദമാണ് നഗരം? രാത്രി കാലങ്ങൾ സഞ്ചരിക്കണം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ട്. അതിനൊക്കെ എന്തായിരിക്കും പ്രയോറിറ്റി? കാരണം സ്ത്രീകൾക്കും മാത്രമല്ല യുവാക്കൾക്കും എല്ലാവർക്കും പ്രാധാന്യം നൽകുന്ന നിരവധി പ്രോജക്റ്റുകളൊക്കെ തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ നാളെ. അപ്പോൾ അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും പാർട്ടിയുമായിട്ടൊരു വിലയിരുത്തൽ യോഗം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും എന്തൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമന്ത്രി 40 ദിവസം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ അതുമായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ അതുമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ എന്തൊക്കെയാണോ വികസന പദ്ധതികൾ വേണ്ടതെന്ന് പാർട്ടിയുമായിട്ടും കൌൺസിലേഴ്സുമായിട്ടും ഒക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. സ്ത്രീ സൗഹൃദ നഗരമായി കൂടി തിരുവനന്തപുരം മാറും. തീർച്ചയായിട്ടും മാറും. അത്ര ലക്ഷ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിൽ തന്നെയാണ്. കാരണം ഞങ്ങൾ സ്ത്രീകളും തുല്യ പ്രാധാന്യമാണ് തിരുവനന്തപുരം നഗരസഭ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു BJPയുടെ ഒരു ഡെപ്യൂട്ടി മേയറായിട്ടായിരിക്കില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ CPMന്റെ അങ്ങനെ ആയിരിക്കില്ല. എല്ലാവർക്കും 101 കൌൺസിലേഴ്സിനുമുള്ള ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് തന്നെ ആയിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവുക. ഏതായാലും അഭിനന്ദനം, ആശംസ. ആശാനാഥാണ് പ്രതികരിച്ചത്. BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായി BJPയുടെ വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.